സ്റ്റുഡൻസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചിട്ടുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും അല്ലെങ്കിൽ അത് വെച്ചിട്ടുള്ള കുറച്ച് തിയറംസാണ്, രണ്ട് തിയറംസാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് കോസെറ്റ് എന്താണ് എന്നുള്ളതാണ്. കോസെറ്റ് ഒരു ഗ്രൂപ്പ് ജി തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സബ് ഗ്രൂപ്പാണ് എച്ച് എങ്കിൽ അതിൻ്റെ കോസെറ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം. രണ്ട് കോസെറ്റുകളാണ് സബ് ഗ്രൂപ്പുകൾക്ക് ഉണ്ടാകുക, ലെഫ്റ്റ് കോസെറ്റ് ആൻഡ് റൈറ്റ് കോസെറ്റ്. രണ്ടിന്റെ ഡെഫിനിഷൻ അവിടെ എഴുതിയിട്ടുണ്ട്. ഇഫ് എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി, then the set AH equal to collection AH such that H element of H is called the left coset of H in G that contains A, and HA, the collection HA equal to set of all HA such that H element of H is called the right coset of H in G that contains A. അപ്പോൾ ഒരു എക്ക് ഒരു കോസെറ്റ് കിട്ടും, അടുത്ത എക്ക് വേറെ കോസെറ്റ് കിട്ടും. അപ്പോൾ പലതരം കോസറ്റുകൾ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. നമ്മൾ 3 എക്സാമ്പിളുകളും കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ കുറച്ചും കൂടെ ഹയർ ലെവലിലേക്ക് പോവാണ്, തൊട്ട് മീതെയുള്ള ഒന്നുകൂടെ ചിന്തിക്കേണ്ട കാര്യങ്ങളിലേക്ക് പോവാണ്. 2 തിയറംസ് ആണ് ഇവിടെ പറയുന്നത്, പിന്നെ ഒരു ചെറിയൊരു ഡെഫിനേഷനും ഉണ്ട്. അതായത് ഈ തിയറങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട ലഗ്രാഞ്ചസ് തിയറം എന്ന് പറയുന്ന തിയറത്തിന്റെ ചവിട്ടുപടികളാണ്. ഈ 2 തിയറങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു തിയറം, ഈ സെക്കൻഡ് ഡിസ്കസ് ചെയ്യുന്ന തിയറം ഉണ്ടെങ്കിലേ നമുക്ക് ലഗ്രാഞ്ചസ് തിയറം പ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ലഗ്രാഞ്ചസ് തിയറത്തിന്റെ പ്രൂഫിൽ ഒരുപക്ഷെ ഇതും ഉൾപ്പെടുത്തേണ്ടതാണ്. പക്ഷെ ഞാനത് നമ്മുടെ സിലബസിൽ അങ്ങനെ, ബുക്കിൽ അങ്ങനെ ആയതുകൊണ്ട് 2 തിയറമായിട്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ലഗ്രാഞ്ചസ് തിയറം. അപ്പോൾ ലഗ്രാഞ്ചസ് തിയറം എന്നുള്ളത് പ്രൂവ് ചെയ്യാണെന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതിലേക്ക് വേണ്ട സപ്പോർട്ടിംഗ് ആയിട്ടുള്ള 2 തിയറംസ് ആണ് ഞാനിവിടെ പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ ബേസിക് ആയിട്ടുള്ള 2 തിയറങ്ങളാണ്. കോസെറ്റുകളെ സംബന്ധിക്കുന്ന 2 ബേസിക് ആയിട്ടുള്ള തിയറങ്ങളാണ്. ഓർക്ക് കോസെറ്റ് ഡെഫിനിഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ലെഫ്റ്റ് കോസെറ്റ് ആസ് വെൽ ആസ് റൈറ്റ് കോസെറ്റ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അബീലിയൻ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് കോസെറ്റ് റൈറ്റ് കോസെറ്റ് വേറെ വേറെ ഉണ്ടാവില്ല, രണ്ടും സെയിം തന്നെയായിരിക്കും. ലെഫ്റ്റ് കോസെറ്റ് തന്നെയായിരിക്കും റൈറ്റ് കോസെറ്റ്, റൈറ്റ് കോസെറ്റ് തന്നെയായിരിക്കും ലെഫ്റ്റ് കോസെറ്റ്, രണ്ടും സെയിം തന്നെയായിരിക്കും. അബീലിയൻ അല്ലെങ്കിൽ മാത്രമേ ലെഫ്റ്റിനും റൈറ്റിനൊക്കെ പ്രസക്തിയുള്ളൂ. നൗ കം ടു അവർ ഫസ്റ്റ് തിയറം. ഫസ്റ്റ് തിയറം വളരെ എലിമെന്ററി ആയിട്ട് തോന്നാവുന്ന ഒരു തിയറമാണ്, പക്ഷെ വളരെ എലിമെന്ററി ആണത്. So the theorem states that if G is a group and H is a subgroup of G, then the number of left cosets of H in G is the same as number of right cosets of H in G. അപ്പോൾ ഒരു G എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എടുത്തു, ആ ഗ്രൂപ്പിന്റെ ഒരു സബ് ഗ്രൂപ്പ് ആണ് H. അപ്പോൾ H കൊണ്ട് ഉണ്ടാക്കുന്ന ലെഫ്റ്റ് കോസറ്റുകളുടെ എണ്ണവും റൈറ്റ് കോസറ്റുകളുടെ എണ്ണവും, H കൊണ്ട് എത്ര ലെഫ്റ്റ് കോസറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും തന്നെ റൈറ്റ് കോസറ്റുകൾ H കൊണ്ട് ഉണ്ടാക്കാൻ, നമ്പർ ഓഫ് ലെഫ്റ്റ് കോസറ്റ്സ് of H is the same as number of right cosets of H in G. അപ്പോൾ ഒരു സബ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് ലെഫ്റ്റ് കോസറ്റുകൾ ഒരു 10 ഉണ്ടാവും, റൈറ്റ് കോസറ്റുകൾ ഒരു 15 ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവില്ല. ലെഫ്റ്റ് കോസറ്റുകളുടെ എണ്ണം എത്ര തന്നെയാണോ അത് തന്നെയായിരിക്കും ആ സബ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന റൈറ്റ് കോസറ്റുകളുടെ എണ്ണവും എന്നാണ് നമ്മുടെ ഫസ്റ്റ് വളരെ ബേസിക് സിമ്പിൾ ആയിട്ടുള്ള തിയറം പറയുന്നത്. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ലെഫ്റ്റ് കോസറ്റുകളുടെ എണ്ണവും റൈറ്റ് കോസറ്റുകളുടെ എണ്ണവും സെയിം ആണ് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അതിനെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തന്ന ഡാറ്റ ഒന്നുകൂടെ എഴുതുകയാണ്. We are given that G is a group and H is any subgroup of G, and we have to prove that the number of left cosets and the number of right cosets of H in G are the same. അപ്പോൾ ഞാൻ 2 സെറ്റ് ആയിട്ട് ഈ 2 വിഭാഗത്തിനെ മാറ്റുകയാണ്. Let L and R denote the collection of all left and right cosets of H in G respectively. അപ്പോൾ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H ന്റെ എല്ലാ ലെഫ്റ്റ് കോസറ്റുകളുടെയും കളക്ഷൻ ആണ്. L means the collection of all left cosets. ലെഫ്റ്റ് കോസറ്റ് എന്ന് എഴുതിയിരിക്കുന്നതാണ് AH. ഇങ്ങനെയുള്ള ലെഫ്റ്റ് കോസറ്റുകളുടെ കളക്ഷൻ ആണ് നമ്മുടെ L. റൈറ്റ് കോസറ്റ് എന്ന് പറഞ്ഞാൽ HA ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള റൈറ്റ് കോസറ്റുകളുടെ കളക്ഷൻ ആണ് R എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് മോഡ് L equal to മോഡ് R, അല്ലെങ്കിൽ നമ്പർ ഓഫ് ലെഫ്റ്റ് കോസറ്റ്സ് ഇസ് ദി സെയിം ആസ് നമ്പർ ഓഫ് റൈറ്റ് കോസറ്റ്സ്. ഓർക്കുക, L എന്ന് പറയുന്നത് H ന്റെ എല്ലാ ലെഫ്റ്റ് കോസറ്റുകളുടെയും കളക്ഷൻ ആണ്. ദാറ്റ് ഈസ് L equal to AH, BH, CH, DH, etc. അതായത് H കൊണ്ട് ഏതൊക്കെ ലെഫ്റ്റ് കോസറ്റുകൾ ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ ആ കോസറ്റുകളൊക്കെ ഈ L ൽ വന്നിട്ടാവും. വേർ A, B, C, D are elements of G, where A, B, C, etc. are elements of G. അപ്പോൾ L എന്ന് പറഞ്ഞാൽ ഈ തരത്തിലുള്ള സെറ്റുകളാണ്, ഈ ഇങ്ങനെ വരുന്ന സെറ്റുകളാണ്. Now R എന്ന് പറഞ്ഞാൽ collection of all right cosets of H in G, അതായത് H ഇപ്പൊ A, B, C ഒക്കെ G മെമ്പറുകളാണെങ്കിൽ HA, കളക്ഷൻ HA, HB, HC, HD ഇതെല്ലാം ആയിരിക്കും ആറിലത്തെ മെമ്പറുകൾ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എല്ലിലത്തെ മെമ്പറുകളുടെ എണ്ണവും ആറിലത്തെ മെമ്പറുകളുടെ എണ്ണവും സെയിം ആണ് എന്നുള്ളതാണ് കാണിക്കേണ്ടത്. അപ്പൊ എപ്പോഴും 2 സെറ്റുകൾ സെയിം, അതിലത്തെ എലമെന്റുകളുടെ എണ്ണം സെയിം ആണ് എന്ന് കാണിക്കാൻ
most probably, or we often, or the method is to define a bijection, in order to prove that the cardinality of two sets are the same. നമുക്ക് ഓരോ എലിമെന്റ് വീതം മാത്തമാറ്റിക്കലി എടുത്ത് പ്രൂവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ മാത്തമാറ്റിക്കൽ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, if we can define a function from one set to other which is 1 1 on 2, then അങ്ങനെ ഒരു ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ 1 1 ഉം on 2 ഉം, അതായത് ബൈജെക്ഷൻ എന്നാണ് പറയാ. 1 1 ഉം ഒരു സെറ്റിൽ നിന്ന് മറ്റേ സെറ്റിലേക്ക് 1 1 ഉം on 2 ഉം ആയിട്ടുള്ള ഒരു ബൈജെക്ഷൻ ഡിഫൈൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ we can say that the cardinalities of those two sets are the same. അപ്പോൾ ഇവിടെ എല്ലിലത്തെയും ആറിലത്തെ എലിമെന്റുകളുടെ എണ്ണം, എല്ലും ആറും എന്താണെന്ന് നമുക്കറിയില്ല, കോസെറ്റുകളുടെ കളക്ഷൻ ആണ്, ജനറൽ കോൺസെപ്റ്റ് മാത്രമേ നമുക്ക് അറിയുകയുള്ളൂ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എല്ലിലത്തെയും ആറിലത്തെയും എലിമെന്റുകളുടെ എണ്ണം സെയിം ആണെന്നാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, എല്ലിൽ നിന്ന് ആറിലേക്ക് ഒരു 1 1 ഉം on 2 ഉം ആയിട്ടുള്ള ഫംഗ്ഷൻ കിട്ടുന്നുണ്ടോ, അങ്ങനെ ഒരു ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ എല്ലിലത്തെ എലിമെന്റുകളുടെ എണ്ണവും ആറിലത്തെ എലിമെന്റുകളുടെ എണ്ണവും സെയിം ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ I am defining, അപ്പോൾ നമ്മുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, എല്ലിൽ നിന്ന് ആറിലേക്ക് ഒരു 1 1 ഉം on 2 ഉം ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ സാധിക്കുമെങ്കിൽ mod r mod r അല്ലെങ്കിൽ their cardinalities are the same എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. മാത്തമാറ്റിക്കൽ ബേസ് ഉള്ള പ്രൂഫാണ്, മാത്തമാറ്റിക്കൽ ടൂൾ ആണ്. Now define phi from L to R. ഈ സെറ്റിൽ നിന്ന് എല്ലിൽ നിന്ന് ആറിലേക്ക് phi എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. And it is defined as phi of AH equal to HA inverse. ഓർക്കുക, എല്ലില് ഈ തരത്തിലുള്ള എലിമെന്റുകളാണ്, AH എന്നുള്ള എലിമെന്റുകളാണ്, ആറില് HA എന്ന് പറയുന്ന തരത്തിലുള്ള എലിമെന്റുകളാണ്. അപ്പം phi of നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എല്ലിൽ നിന്ന് ആറിലേക്ക്, അതായത് ലെഫ്റ്റ് കോസെറ്റിനെ റൈറ്റ് കോസെറ്റിലേക്ക് മാപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. അതായത് phi from L to R, phi as phi of AH, ഇത് ലെഫ്റ്റ് കോസെറ്റ് ആണ്, അതിന്റെ ഇമേജ് എന്താണ്, HA inverse. അപ്പോൾ phi of AH equal to HA inverse. AH എന്ന് പറയുന്ന എല്ലിലത്തെ എലിമെന്റ് ആണ്, HA inverse എന്ന് പറയുന്ന ആറിലത്തെ, അപ്പോൾ റൈറ്റ് കോസെറ്റിലത്തെ എലിമെന്റ് ആണ്. അപ്പോൾ phi of AH equal to HA inverse. ഇനി phi of BH ആണെങ്കിൽ HB inverse, phi of CH ആണെങ്കിൽ HC inverse, അതിന്റെ ഇമേജ് HC inverse, റൈറ്റ് കോസെറ്റ് ആയിട്ടുള്ള HC inverse ആയിരിക്കും വരിക. അപ്പോൾ phi of AH equal to HA inverse എന്ന് ഡിഫൈൻ ചെയ്യാം. നമുക്ക് ഉദ്ദേശം എന്താണ്, we are going to prove that this phi is 1 1 and phi is on 2. ആദ്യം 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യാം. 1 1 ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് f of x equal to f of y implies x equal to y എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ phi 1 1 ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് I am assuming that phi of AH equal to phi of BH, ഈ എല്ലിലത്തെ രണ്ട് എലിമെന്റുകളുടെ ഇമേജ് സെയിം ആണ് എന്ന് അസ്യൂം ചെയ്യാണ്. അപ്പോൾ ഇതിലത്തെ ഒരു എലിമെന്റ് AH ആണ്, അടുത്ത എലിമെന്റ് BH ആണ്. f of x equal to f of y എന്ന് പറയുന്ന പോലെ phi of AH equal to phi of BH, ഇത് x ആയിരിക്കും, ഇത് y ആയിരിക്കും. f of x equal to f of y, x ഇത് y. അപ്പോൾ ഇവിടെ phi ആണ്, phi of AH equal to phi of BH. This implies phi of AH എന്ന് പറഞ്ഞാൽ HA inverse ആണ്, HA inverse equal to phi of BH എന്ന് പറഞ്ഞാൽ HB inverse ആണ്, by the definition of phi. അപ്പോൾ phi of AH equal to phi of BH implies HA inverse equal to HB inverse. അപ്പോൾ HA inverse equal to HB inverse, H എന്ന് പറയുന്ന ഒരു സബ് ഗ്രൂപ്പ് ആണ്. അപ്പോൾ HA inverse equal to HB inverseന്റെ വേറൊരു രൂപമാണ് HA inverse equal to this small h. HA inverse equal to HB inverse for all H element of H. ഇത് തന്നെയാണ് ഇത്. ഇവിടെ ക്യാപിറ്റൽ H പറയുമ്പോൾ സബ് ഗ്രൂപ്പിന് ജനറൽ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ, ഇവിടെ സ്പെസിഫിക് എലിമെന്റുകളായിട്ട് നമ്മൾ പറയുന്നു. HA inverse, capital HA inverse equal to capital HB inverse implies HA inverse equal to HB inverse for all H element of H. Now H എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പ് ആണ് എന്ന് ഓർക്കണം. അപ്പോൾ H element of H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H inverse is also a member of H. H സബ് ഗ്രൂപ്പ് ആണ്, ഗ്രൂപ്പ് ആണ്. അപ്പോൾ ഏതൊരു എലിമെന്റിനും ഇൻവേഴ്സ് അതിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ H element of H means H inverse is also a member of H. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഇക്വേഷന്റെ രണ്ട് സൈഡിലും H inverse കൊണ്ട് പ്രീ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്, അല്ലെങ്കിൽ പ്രീ ഓപ്പറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ HA inverse equal to HB inverse for all H element of H. As H element of H, H inverse is also a member of H because H is a subgroup. So I am pre-multiplying this equation by H inverse. അപ്പോൾ H inverse, HA inverse equal to H inverse, HB inverse for all H element of H. Again, associativity ഉപയോഗിക്കുക. അപ്പോൾ ഈ H inverse H എന്ന് പറയുന്നത് E ആകും, ഇവിടെയും H inverse H എന്ന് പറയുന്ന ഐഡന്റിറ്റി എലിമെന്റ് ആയിരിക്കും. അപ്പോൾ EA inverse equal to EB inverse എന്നാണ് വരിക. ഞാൻ ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാണ്.
From this you get A inverse equal to B inverse. അപ്പോൾ H inverse H A inverse equal to H inverse H B inverse എന്ന് പറയുന്നത് H inverse H കൂടെ ആവുമ്പോൾ E ആകും, H inverse H കൂടെ ആവുമ്പോൾ E ആകും. അപ്പോൾ E A inverse equal to E B inverse എന്നാകും. That means A inverse equal to B inverse. A inverse equal to B inverse എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this automatically implies A equal to B. A inverse equal to B inverse is the same as ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടി ആയിട്ട് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഈ എന്താ പറയാ, ഇൻവേഴ്സ് ഇസ് യൂണിക് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. A inverse equal to B inverse implies A equal to B. എയും ബിയും സെയിം ആണെങ്കിൽ അത് ജനറേറ്റ് ചെയ്യുന്ന കോസെറ്റ് ആയിട്ടുള്ള AH ഉം BH ഉം സെയിം ആയിരിക്കും. അപ്പോൾ A inverse equal to B inverse implies A equal to B. എയും ബിയും സെയിം ആണെങ്കിൽ obviously AH equal to BH ആയിരിക്കും. A equal to B ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം A equal to B, this implies AH equal to BH. AH equal to BH എന്ന് പറയാൻ പറ്റും. A equal to B ആണെങ്കിൽ AH equal to BH for all H element of H എന്ന് പറയാം. AH equal to BH for all H element of H ആണെങ്കിൽ A capital H, A coset AH is the same as coset BH. അപ്പോൾ ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് we have started from phi of AH equal to phi of BH and we have arrived at AH equal to BH. അപ്പോൾ f of x equal to f of y implied x equal to y. That means f is on 1 1. അതായത് here f ന് പകരം phi ആണ്. Phi is 1 to 1. Phi എന്ന് പറയുന്നത് ഒരു 1 to 1 മാപ്പിംഗ് ആണ്. Phi is a 1 to 1 മാപ്പിംഗ്. ഇനി ബൈജെക്ഷൻ ആവാനായിട്ട് എന്തും കൂടെ വേണം, ഓൺ ടു ആണ് എന്ന് കാണിക്കണം. അതായത് ആറിലത്തെ ഒരു എലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രീ ഇമേജ് എല്ലിലുണ്ട് എന്ന് കാണിക്കണം. ആറിലത്തെ ഒരു എലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രീ ഇമേജ് എല്ലിലുണ്ട്, അല്ലെങ്കിൽ ആറിലത്തെ ഏത് എലിമെന്റ് എടുത്താലും അതിലേക്ക് മാപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു എലിമെന്റ് എല്ലിലുണ്ട് എന്നാണ് കാണിക്കേണ്ടത്. എവറി എലിമെന്റ് ഓഫ് R ഹാസ് എ പ്രീ ഇമേജ് ഇൻ L എന്ന് കാണിക്കണം. Now look at this figure. ഇതാണ് നമ്മുടെ L as collection of all left cosets. ഇത് നമ്മുടെ collection of all right cosets ആണ്. ഞാൻ ഈ ഓൺ ടു പ്രൂവ് ചെയ്യാൻ പോവാണ്. അതിന്റെ എഴുതിയത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഡയഗ്രാമാറ്റിക്കലി കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, ആറിലത്തെ ഒരു എലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രീ ഇമേജ് എല്ലിലുണ്ട് എന്നാണ് കാണിക്കേണ്ടത്. ഞാൻ ആദ്യത്തെ എലിമെന്റ് എടുക്കുകയാണ് HA റൈറ്റ് കോസെറ്റ്, ഒരു റൈറ്റ് കോസെറ്റ് എടുക്കുകയാണ് HA എന്ന് പറയുന്ന ഒരു റൈറ്റ് കോസെറ്റ് എടുത്തു. HA എന്ന് പറയുന്ന റൈറ്റ് കോസെറ്റ് ആണെങ്കിൽ A എവിടുത്തെ എലിമെന്റ് ആണ്, A ജിയിലത്തെ എലിമെന്റ് ആണ്. ദിസ് ഈസ് അവർ G, ദിസ് ഈസ് G. HA ആറിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A എന്ന് പറയുന്നത് Gയിൽ ഉണ്ടാകും. HA element of R, since R is a collection of all right cosets, this means A is a member of G. G group ആണെന്ന് ഓർക്കണം. A ജിയിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ഇൻവേഴ്സ് ജിയിൽ ഉണ്ടാകും. ഓക്കെ, അപ്പൊ HA ആറിലുണ്ടെങ്കിൽ A ജിയിൽ ഉണ്ടാകും. റൈറ്റ് കോസെറ്റ് ആയതുകൊണ്ട് A ജിയിൽ ഉണ്ടാകും. A ജിയിലുണ്ടെങ്കിൽ A ഇൻവേഴ്സ് ജിയിൽ ഉണ്ടാകും. A ഇൻവേഴ്സ് ജിയിലുണ്ടെങ്കിൽ A ഇൻവേഴ്സ് H എന്ന് പറയുന്ന L ഉണ്ടാകും. ലെഫ്റ്റ് കോസെറ്റ് ആയി. A ഇൻവേഴ്സ് ജിയിലുണ്ട്, അപ്പൊ A ഇൻവേഴ്സ് H ഒരു ലെഫ്റ്റ് കോസെറ്റ് ആയിരിക്കും. ഓർക്കുക, ഈ ഫിഗർ ഒന്ന് മനസ്സിലാക്കുക. HA എന്ന് പറയുന്ന ഒരു ആർബിട്രറി എലിമെന്റിൽ നിന്ന് ഞാൻ R ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ A എലിമെന്റ് ഓഫ് G ആണ്. A എലിമെന്റ് ഓഫ് G ആയതുകൊണ്ട് A ഇൻവേഴ്സ് എലിമെന്റ് ഓഫ് G ആണ്. A ഇൻവേഴ്സ് എലിമെന്റ് ഓഫ് G ആണെങ്കിൽ A ഇൻവേഴ്സ് H എലിമെന്റ് ഓഫ് L ആണ്. ലെഫ്റ്റ് കോസെറ്റ് ആയിരിക്കും. A ഇൻവേഴ്സ് H എലിമെന്റ് ഓഫ് ലെഫ്റ്റ് കോസെറ്റ് ആയിരിക്കും. Now come here. ഇവിടെ പറഞ്ഞ കൂടെ എഴുതിയിട്ടുണ്ട്. A element of G implies A inverse G. A inverse element of G implies A inverse H element of L. ഇത്രയും ഞാൻ ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. Now I am finding the image of phi of A inverse H. ഇതിന്റെ ഇമേജ് കണ്ടുപിടിക്കുകയാണ്. ഇതിന്റെ ഇമേജ് phi of A inverse H. By definition, phi of A inverse H is phi of AH എന്താണ്? HA inverse ആണ്. Phi of AH is HA inverse. അപ്പോൾ phi of A inverse എന്തായിരിക്കും? HA whole inverse. Phi of AH, phi of AH എന്ന് പറയുന്നത് HA inverse ആണ്. Phi of AH is HA inverse. Phi of AH is HA inverse. അപ്പോൾ phi of AH is HA inverse. അപ്പോൾ phi of A inverse H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H A inverse whole inverse. A inverse whole inverse പറഞ്ഞാൽ A തന്നെയാണ്. അപ്പോൾ phi of A inverse H is HA. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? If we choose an HA element of R, we get A element of G, A inverse element of G, and A inverse H element of L, and image of A inverse H under phi, image of A inverse H under phi is HA. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു? HA യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? HA യിലേക്ക് മാപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള L-ത്തെ ഒരു എലിമെന്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ഏതൊരു HA എടുത്തു കഴിഞ്ഞാലും A inverse H എന്ന് പറയുന്ന L-ത്തെ എലിമെന്റ് ആയിരിക്കും.
ആ ഇതിലത്തെ എലമെന്റിന്റെ ഇമേജ് അല്ലെങ്കിൽ ദാറ്റ് A inverse H will be mapped to the element HA. അപ്പോൾ this means every HA element of R has a pre-image A inverse H in L, has a pre-image A inverse H in L under phi. Therefore phi is on 2. അപ്പോൾ phi എന്ന് പറയുന്ന ഈ തരത്തിൽ ഡിഫൈൻ ചെയ്യുമ്പോൾ phi 1-1 മാപ്പിംഗ് ആണ്, കൂടാതെ phi എന്ന് പറയുന്ന ഒരു on 2 മാപ്പിംഗുമാണ്. അതിന്റെ അർത്ഥം phi is a bijection. അപ്പോൾ phi from L to R is a bijection. അതായത് mod L equal to mod R. phi 1-1. അപ്പോൾ അങ്ങനെയാണ് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യുന്നത്. രണ്ട് സെറ്റുകളുടെ എലമെന്റുകളുടെ എണ്ണം സെയിം ആണെന്ന് കാണിക്കാൻ അത് ഒന്നിൽ നിന്ന് മറ്റേലേക്ക് ഒരു ബൈജെക്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റിയാൽ മതി. ഇവിടെ ബൈജെക്ഷൻ ആണെന്ന് നമുക്ക് ഈ തരത്തിൽ ഡിഫൈൻ ചെയ്യുമ്പോൾ അതൊരു ബൈജെക്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്തു. And that means both L and R have the same number of elements. So that the number of left cosets is the same as number of right cosets of H in G. This is a very basic easy theorem. അടുത്ത തിയറമാണ് ഞാൻ പറഞ്ഞത് ലഗ്രാഞ്ചസ് തിയറത്തിലേക്ക് ആവശ്യമുള്ള ഒരു ലെമ്മയാണ്. തിയറം എന്ന് പറയാൻ സാധിക്കില്ല. It can be stated as a lemma which leads a statement which leads to a theorem. Lemma is a statement which leads to a theorem. ഞാൻ ഇവിടെ തിയറമായിട്ട് തന്നെയാണ് സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളത്. ലെമ്മയാണ് ശരിക്കും. അപ്പൊ ലെമ്മ പറയുന്ന ഇതാണ്, അല്ലെങ്കിൽ തിയറം പറയുന്ന ഇതാണ്, let H be a subgroup of G, then every coset of H in G has the same number of elements as in H. അതായത് G ഒരു ഗ്രൂപ്പാണ്, H ഒരു അതിന്റെ ഒരു സബ് ഗ്രൂപ്പ് ആണെങ്കിൽ പറയുന്നത് എന്താണ്, Hന്റെ ഏത് കോസെറ്റ് എടുത്തു കഴിഞ്ഞാലും അതിലുള്ള എലമെന്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് Hലത്തെ എലമെന്റുകളുടെ എണ്ണത്തിനോട് സെയിം ആയിരിക്കും. ആലോചിച്ച് നമുക്ക് ശരിയാണെന്ന് തോന്നും, ബട്ട് വി ഹാവ് ടു പ്രൂവ് ദാറ്റ്. അപ്പൊ Hന്റെ ഏത് കോസെറ്റ് എടുത്താലും അതിൽ എത്ര എലമെന്റുകൾ ഉണ്ടോ സെയിം നമ്പർ ഓഫ് എലമെന്റ്സ് തന്നെയായിരിക്കും Hൽ ഉണ്ടാവുക. അല്ലെങ്കിൽ Hൽ എത്ര എലമെന്റുകൾ ഉണ്ടാവും അതേ എലമെന്റുകൾ തന്നെയായിരിക്കും എന്തിലുണ്ടാകുന്നത് Hന്റെ ഏത് കോസെറ്റ് എടുത്താലും, റൈറ്റ് ആണെങ്കിലും ലെഫ്റ്റ് ആണെങ്കിലും, റൈറ്റ് കോസെറ്റ് എടുത്താലും ലെഫ്റ്റ് കോസെറ്റ് എടുത്താലും Hൽ എത്ര എലമെന്റുകളാണോ ഉള്ളത് അത്രയും എലമെന്റ്സ് തന്നെ അതിന്റെ കോസെറ്റിലും ഉണ്ടാവുകയുള്ളൂ, ഏത് കോസെറ്റ് എടുത്താലും. ഒരു Hന്റെ ഒരു കോസെറ്റില് സേ 10 എലമെന്റ്സ്, Hല് 11 എലമെന്റ്സ്, ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ എന്നാണ് തിയറം പറയുന്നത്. Hൽ എത്ര എലമെന്റുകളാണ് ഉള്ളത് അത്രയും എലമെന്റുകൾ തന്നെ എവിടെ ഉണ്ടാവുകയുള്ളൂ, അതിന്റെ ഏതൊരു കോസെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുകയുള്ളൂ. അതാണ് ഇത് പറയുന്നത്. എവരി കോസെറ്റ് ഓഫ് H in G has the same number of elements as that of H. Now come to the proof. ഇവിടെയും നമ്മൾ ഇവിടുത്തെ പോലെ രണ്ടും സിമിലർ ആയിട്ടുള്ള തിയറങ്ങളാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ്. ഗിവൺ അല്ലെങ്കിൽ ആദ്യം തന്നിട്ടുള്ളത് ഗിവൺ H is a subgroup of G and let AH be a left or right ഏത് വേണമെങ്കിലും എടുക്കാം. AH be a left coset അല്ലെങ്കിൽ AH be a coset of H in G. അപ്പൊ H എന്ന് പറയുന്നത് G യുടെ ഒരു സബ് ഗ്രൂപ്പ് ആണ്, AH എന്ന് പറയുന്നത് അതിന്റെ ഒരു ലെഫ്റ്റ് കോസെറ്റ് ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് H and AH has the same number of elements. അതായത് mod H equal to mod A. അല്ലെങ്കിൽ മോഡ് എന്നൊക്കെ പറയുന്നത് നമ്മൾ അനാലിസിസ് ടേംസിൽ പറയുന്നതാണ്. ഓർഡർ ഓഫ് H is the same as order of AH എന്നാണ് നമ്മുടെ ആൽജിബ്ര ടേംസിൽ. ഇവിടെ അതുപോലെ തന്നെയാണ് ആണെങ്കിൽ ഇവിടെ പിന്നെ എനിവേ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് H അല്ലെങ്കിൽ mod H ഈക്വൽ ടു mod AH. മോഡ് എന്ന ആൽജിബ്രയിൽ സാധാരണ നിലയ്ക്ക് നമ്മൾ പറയാറില്ല. ഞാനിവിടെ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ടെർമിനോളജി ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ വി ഹാവ് ടു പ്രൂവ് ദിസ്. അപ്പോൾ അങ്ങനെ പ്രൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ രണ്ട് സെറ്റുകളാണ് H ഉം AH. അതിൽ സെയിം നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, Hൽ നിന്ന് AHലേക്ക് ഒരു ബൈജെക്ഷൻ ഉണ്ട് എന്ന് കാണിക്കണം. Hൽ എത്ര എലമെന്റുകൾ ഉണ്ടോ അതേ എലമെന്റുകളാണ് AHൽ ഉള്ളത് എന്ന് കാണിക്കാൻ we have to prove that, or we should be able to define a bijection from H to AH. ഞാൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാണ്. define phi from H to AH as phi of H equal to AH. വളരെ ബേസിക് ഡെഫിനിഷൻ ആണ്. phi of H equal to AH. അപ്പോൾ Hലത്തെ ഒരു ഇത് H ആണെങ്കിൽ Hലത്തെ ഒരു എലമെന്റ് ആണ് H. ഈ H നെ എവിടേക്കാണ് മാപ്പ് ചെയ്യുന്നത്, AH എന്ന് പറയുന്ന ലെഫ്റ്റ് കോസെറ്റിലെ എലമെന്റിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. H നെ AHലേക്ക്. phi of H from H to AH is defined as phi of H equal to, അപ്പോൾ H എന്ന് പറയുന്ന എലമെന്റിനെ AH എന്ന് പറയുന്ന ഇതിലത്തെ ഒരു എലമെന്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. we prove that phi is a bijection അല്ലെങ്കിൽ phi is 1-1 and on 2 എന്നുള്ളത് പ്രൂവ് ചെയ്യാം. phi is a bijection എന്ന് പ്രൂവ് ചെയ്യണം. phi is 1-1 and on 2 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം നോക്കാം നമുക്ക്. phi is 1-1 എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. phi എപ്പോഴും ഓർക്കുക, phi 1-1 എന്ന് പ്രൂവ് ചെയ്യാനുള്ള മെത്തേഡ് ഞാൻ എല്ലാ ഇതിലും ആവശ്യം വരുമ്പോഴൊക്കെ പറയാറുണ്ട്. fx equal to fy implies x equal to y എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ I am taking phi of h1 equal to phi of h2.
phi of h1 equal to phi of h2 by definition. Phi of h1 എന്ന് പറഞ്ഞാൽ by definition phi of h ഇതാണ് നമ്മുടെ definition വരുന്നത്. Phi of h equal to ah ആണ്. അപ്പോൾ phi of h1 equal to phi of h2 implies ah1 equal to ah2. A എന്ന് പറയുന്നത് ജിയിലത്തെ മെമ്പർ ആണെന്ന് ഓർക്കണം. അപ്പോൾ a ഇൻവേഴ്സ് ഉണ്ട്, a ഇൻവേഴ്സ് കൊണ്ട് പ്രീ മൾട്ടിപ്ലൈ ചെയ്യുന്നു. a ഇൻവേഴ്സ് ah1 equal to a ഇൻവേഴ്സ് ah2. again ഇവിടെ ചെയ്ത പോലെ തന്നെയാണ് a ഇൻവേഴ്സ് a is e. അപ്പോൾ this implies h1 equal to h2. അപ്പോൾ എന്തായി phi of h1 equal to phi of h2 implies h1 equal to h2. f of x equal to f of y implies x equal to y. അതായത് phi is 1 to 1. അപ്പോൾ ഈ തരത്തിൽ phi ഡിഫൈൻ ചെയ്യുമ്പോൾ phi is a 1 to 1 മാപ്പിംഗ് എന്നുള്ളത് പ്രൂവ് ചെയ്യും. Now we have to prove that phi is onto. അതായത് ഇവിടുത്തെ ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ പ്രീമേജ് ഇപ്പുറത്തുണ്ട് എന്ന് കാണിക്കും. ഇതാണ് മെത്തേഡ്. ചൂസ് x element of ah. ൽത്തെ ഒരു എലമെന്റ് ആണ് x. Then there exists some h in h such that x equal to ah. ഓർക്കുക, ഈ x എന്ന് പറയുന്നത് ലെഫ്റ്റ് കോസറ്റിലെ ഒരു മെമ്പർ ആണ്, ah എന്ന് പറയുന്നത് ലെഫ്റ്റ് കോസറ്റിലെ ഒരു മെമ്പർ ആണ്. അപ്പോൾ x ലെഫ്റ്റ് കോസറ്റിൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we can say that x equal to ah for some h element of h. ഇങ്ങനൊരു ഈ ഒരു സ്ട്രക്ചറിൽ നമുക്ക് x നെ എഴുതാൻ സാധിക്കും, കാരണം x ലെഫ്റ്റ് കോസറ്റിലെ മെമ്പർ ആണ്, ലെഫ്റ്റ് കോസറ്റ് ഓഫ് h ൽത്തെ മെമ്പർ ആണ്. അപ്പോൾ x നെ നമുക്ക് x equal to ah for some h, അങ്ങനെ ഒരു h ഉണ്ട് എന്നുള്ളത് പറയാൻ സാധിക്കും. Now ആ h എടുക്കുക, consider h element of h. ആ h നെ നമ്മൾ എടുക്കുന്നു and I am by definition phi of h എന്തായിരിക്കും? ആ h ന്റെ ഈ കിട്ടുന്ന h ഉണ്ടല്ലോ, x എന്ന് പറയുന്നത് a ഇവിടുത്തെ ഒരു മെമ്പർ ആണ്. അപ്പോൾ x ഇവിടുത്തെ മെമ്പർ ആവുമ്പോൾ ഇങ്ങനെ ഒരു h നമുക്ക് കിട്ടും. I am taking the image of h. Phi of h equal to ah. Phi of h equal to ah. That is phi of h equal to x. Phi of h equal to x. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് x element of ah ആയതുകൊണ്ട് x equal to ah ആണ്. And then phi of h equal to x. x equal to ah എന്നുള്ള ഒരു h നമുക്ക് ഇവിടെ കിട്ടും, സബ് ഗ്രൂപ്പിൽ കിട്ടും. Then the image of that h under phi is x itself. അപ്പോൾ x ന്റെ പ്രീമേജ് എന്താണ്? ഈ കിട്ടുന്ന h ആണ്. x ന്റെ പ്രീമേജ് ഈ കിട്ടുന്ന h ആണ്. ഈ h ഇവിടുത്തെ മെമ്പർ ആണ് x ന്റെ. അപ്പോൾ ഇങ്ങനെയാണ് വരിക, x equal to ah. x equal to ah. ഈ ഇത് ah ന്റെ മെമ്പർ ആയതുകൊണ്ട് x equal to ah ആണ്. ഞാൻ ഈ h ന്റെ ഇമേജ് ആണ് കണ്ടുപിടിക്കുന്നത്. ഈ h ന്റെ ഇമേജ് നമ്മൾ ഈ ഡെഫിനിഷൻ പ്രകാരം കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് x തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ that means every x in ah has a pre-image h if h is obtained in this manner. അപ്പോൾ every x has a pre-image, that means under phi every x in ah has a pre-image under phi. അപ്പോൾ phi is onto. അപ്പോൾ phi is 1 to 1 and phi is onto. That is phi. This phi is a bijection from h to ah. അപ്പോൾ h ൽ നിന്ന് ah ലേക്ക് ഒരു ബൈജക്ഷൻ കിട്ടിയിട്ടുണ്ട്, which obviously means mod h equal to mod ah. അപ്പോൾ h ൽ എത്ര എലമെന്റുകളാണോ ഉള്ളത് അതേ എലമെന്റുകൾ തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്, ah എന്ന് പറയുന്ന ലെഫ്റ്റ് കോസറ്റിൽ ഉണ്ടാകുന്നത്. ഇത് ലെഫ്റ്റ് കോസറ്റിന്റെ കേസാണ്. ഇതേ സ്കീമിൽ നമ്മൾ റൈറ്റ് കോസറ്റിന്റെ കേസും പറയാം. സിമിലർലി if we define phi from h to ha, ഇത് ലെഫ്റ്റ് ആണ്, റൈറ്റിലേക്ക് ആവുമ്പോൾ phi from h to ha as phi of h equal to ha. ഇവിടെ phi of h equal to ah ആയിരുന്നു. റൈറ്റ് കോസറ്റ് വരുമ്പോൾ phi of h equal to ha. Phi of h equal to ha എന്ന് ഡിഫൈൻ ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയും കിട്ടും it is a bijection, and from that we can conclude that every right coset has the same elements as that of the number of elements in h. ഇവിടെ every left coset has the same number of elements as that of h എന്ന് കിട്ടി. അതേ സ്കീമിൽ പ്രൂവ് ചെയ്യുമ്പോൾ ഈ മാപ്പിംഗ് ഒന്ന് ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി, we get or we proved or we can prove that every right coset has the same number of elements as that of h. So that is our second theorem. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ഡെഫിനിഷൻ ആണ്, ചെറിയൊരു ഡെഫിനിഷൻ ആണ്, ഇൻഡെക്സ് ഓഫ് h in g. ഇൻഡെക്സ് ഓഫ് h in g എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് കോസറ്റ്സ് ഓഫ് h in g is called index of h in g. ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്തു എത്ര ലെഫ്റ്റ് കോസറ്റുകൾ ഉണ്ടോ അത്രയും തന്നെ റൈറ്റ് കോസറ്റുകളാണ് ഉണ്ടാവുക. നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് റൈറ്റ് കോസറ്റ്സ് is the same as number of left cosets. അപ്പോൾ h എന്ന് പറയുന്നത് ജിയുടെ ഒരു സബ് ഗ്രൂപ്പ് ആണെങ്കിൽ h-ന് എത്ര കോസറ്റുകൾ ഉണ്ട്, ലെഫ്റ്റ് കോസറ്റ് ആണെങ്കിലും റൈറ്റ് കോസറ്റ് ആണെങ്കിലും h-ന് എത്ര ലെഫ്റ്റ് കോസറ്റുകൾ ഉണ്ട്
അല്ലെങ്കിൽ എച്ചിന് എത്ര റൈറ്റ് കോസറ്റുകൾ ഉണ്ട്, ആ സംഖ്യയെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇൻഡെക്സ് ഓഫ് എച്ച് ഇൻ ജി എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ നൊട്ടേഷൻ. ജി എച്ച്, ജി ഇ ചിഹ്നമാണ് ഉപയോഗിക്കുന്നത്. ഇൻഡെക്സ് is denoted as GH. That denotes the number of left or right, number of left coset എന്ന് പറഞ്ഞ് പഠിക്കുന്നതായിരിക്കും നല്ലത്. ലെഫ്റ്റ് റൈറ്റ് രണ്ടും കൂടെ ആയിട്ട് നമ്മൾ എഴുതാറില്ല. എച്ച് എന്ന് പറയുന്ന സബ് ഗ്രൂപ്പിന് ജിയിലെ എത്ര ലെഫ്റ്റ് കോസറ്റുകൾ ഉണ്ടോ അതിനെയാണ് ഇൻഡെക്സ് ഓഫ് എച്ച് ഇൻ ജി എന്ന് പറയുന്നത്. ലെഫ്റ്റ് കോസറ്റുകൾ എണ്ണം തന്നെയായിരിക്കും റൈറ്റ് കോസറ്റുകൾ എണ്ണം. അപ്പോൾ പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിക്കുക. നമ്പർ ഓഫ് ലെഫ്റ്റ് കോസറ്റ്സ് of H in G is denoted as is called index of H in G and is denoted as GH. കഴിഞ്ഞ ക്ലാസ്സിലത്തെ പ്രോബ്ലം ഓർമ്മയുണ്ടെങ്കിൽ Z3Z എന്ന് പറയുന്ന ഗ്രൂപ്പിലെ 3Z എന്ന് പറയുന്ന സബ് ഗ്രൂപ്പിന് എത്ര കോസറ്റുകളാണ് കിട്ടിയത്? 0 + 3Z, 1 + 3Z and 2 + 3Z. 3 കോസറ്റുകൾ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇൻഡെക്സ് ഓഫ് 3Z in Z is 3. രണ്ടാമത്തെ പ്രോബ്ലത്തിൽ, കഴിഞ്ഞ വീഡിയോയിലെ രണ്ടാമത്തെ പ്രോബ്ലത്തിൽ കണ്ടിന്യൂഷൻ ആയിട്ട് പോകുന്നതായതുകൊണ്ട് കഴിഞ്ഞ വീഡിയോ അല്ലെങ്കിൽ ചെയ്ത് നോക്കാവുന്നതാണ്. ഇഫ് 2Z is the given group and 4Z is the subgroup, we have proved or we have verified in the previous class that number of cosets of 4Z in 2Z is 2. ഒന്ന് 0 + 4Z ഉം പിന്നെ ഒന്ന് 2 + 4Z. ഈ രണ്ട് കോസറ്റുകൾ മാത്രമേ 4Z ന് 2Z ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇൻഡെക്സ് ഓഫ് 4Z in 2Z, index of 4Z in 2Z is 2. ഓക്കെ, അപ്പോൾ ബ്രീഫ് ആയിട്ട് ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ പറയാം. നമ്മൾ രണ്ട് തിയറം ഒരു ഡെഫിനിഷൻ ആണ് പ്രൂവ് ചെയ്തത്. ആദ്യത്തെ തിയറം പറയുന്നത് എച്ചിന്റെ ലെഫ്റ്റ് കോസറ്റുകളുടെ എണ്ണവും റൈറ്റ് കോസറ്റുകളുടെ എണ്ണവും സെയിം ആണ്. രണ്ടാമത്തെ തിയറം പറയുന്നത് എച്ചിൽ എത്ര എലമെന്റുകൾ ഉണ്ടോ അത്രയും എലമെന്റുകൾ തന്നെ എന്തിൽ ഉണ്ടാവുകയുള്ളൂ? എച്ചിന്റെ ലെഫ്റ്റ് കോസറ്റിൽ ഉണ്ടാവുകയുള്ളൂ. എച്ചിൽ എത്ര എലമെന്റുകൾ ഉണ്ടോ അത്രയും എലമെന്റുകൾ തന്നെ എവിടെ ഉണ്ടാവുകയുള്ളൂ? എച്ചിന്റെ ഏത് റൈറ്റ് കോസറ്റ് എടുത്താലും ഉണ്ടാവുകയുള്ളൂ. ഇത് രണ്ടിലും നമ്മൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് അത് ബൈജക്ഷൻ ആണ് എന്ന് പ്രൂവ് ചെയ്യാണ് ചെയ്തത്. അതിൽ വീണ്ടും ഞാൻ പറയുന്നില്ല, ഈ സ്റ്റേറ്റ്മെന്റുകൾ ഓർക്കുക. ലെഫ്റ്റ് കോസറ്റുകളുടെ എണ്ണവും സെയിം, ലെഫ്റ്റ് കോസറ്റുകളുടെ എണ്ണം എത്രയാണോ അത് തന്നെയാണ് റൈറ്റ് കോസറ്റുകളുടെ എണ്ണം. എച്ചിൽ എത്ര എലമെന്റുകൾ ഉണ്ടോ അത്രയും എലമെന്റുകൾ തന്നെയാണ് അതിന്റെ ലെഫ്റ്റ് കോസറ്റിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ എച്ചിൽ എത്ര എലമെന്റുകളാണ് ഉള്ളത് അത്രയും എലമെന്റുകൾ തന്നെയാണ് അതിന്റെ റൈറ്റ് കോസറ്റിൽ ഉണ്ടാവുകയുള്ളൂ. പിന്നെ പറഞ്ഞത് ഇൻഡെക്സ് ആണ്. എത്ര ലെഫ്റ്റ് കോസറ്റുകൾ എച്ചിന്റെ ജിയിലുണ്ട് അതിനെയാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. GH എന്നാണ് അതിന്റെ നൊട്ടേഷൻ. അപ്പൊ ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വളരെ പവർഫുൾ ആയിട്ടുള്ളതും വളരെ എളുപ്പമുള്ളതുമായിട്ടുള്ള ഒരു തിയറം, ലഗ്രാഞ്ചെ തിയറം അല്ലെങ്കിൽ ലഗ്രാഞ്ചസ് തിയറത്തിലേക്ക് നമുക്ക് പോകാനുള്ള ബേസിക് ആയി ഒരു ചെറിയൊരു തിയറമാണ്, പക്ഷെ നല്ല രസകരമായിട്ടുള്ള തിയറമാണ് ഈ ലഗ്രാഞ്ചസ് തിയറം എന്ന് പറയുന്നത്. സോ വി വിൽ സ്റ്റോപ്പ് ഹിയർ. ബാക്കിയുള്ള അടുത്ത വീഡിയോയിൽ